കോഴിക്കോട് ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ രാജനെ നക്സൽ മുദ്രകുത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ഉരുട്ടി കൊലപ്പെടുത്തുകയും ചെയ്ത ഭീകര സംഭവം കേരളത്തിൻ്റെ മനസ്സാക്ഷി ഒരു കാലത്തും മറക്കാത്തതാണ്. അതേപോലെ നിരവധി സംഭവങ്ങൾ, തങ്കമണി കൊലക്കേസ്, എത്രയെത്ര തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിലുണ്ടായിട്ടുള്ള ഇതുപോലുള്ള മറ്റൊരു ഉരുട്ടിക്കൊല, നിരവധി കേസുകളിൽ പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളേറെ ശിക്ഷിക്കപ്പെടാത്ത കേസുകളുണ്ട്. മുമ്പൊക്കെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആളുകൾക്ക് ഉണ്ടാക്കുമായിരുന്നു. അത്രമാത്രം ഭയങ്കരമായിരുന്നു മനുഷ്യാവകാശങ്ങൾ മാനിക്കപ്പെടാത്ത ഒരു കാലത്തുള്ള പോലീസ് സ്റ്റേഷനുകൾ. ഇന്ന് ആ സ്ഥിതിവിശേഷമൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇന്ന് മനുഷ്യാവകാശങ്ങൾ മാനിക്കപ്പെടുന്നു. ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടു. അവരെല്ലാം തന്നെ അഴികൾ എണ്ണേണ്ടി വന്നു, ജോലികൾ നഷ്ടപ്പെട്ടു. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾ ബോധവാന്മാരായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗർഭിണിയായ ഒരു സ്ത്രീയെ നെഞ്ചിന് പിടിച്ച് ഉന്തുകയും മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറുടെ ദൃശ്യം, അത് കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇക്കാലത്തും ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ SHO പ്രതാപ് ചന്ദ്രനെ വളരെ വൈകിട്ട് 1.5 വർഷത്തിന് ശേഷം ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷെ പിരിച്ചുവിട്ടിട്ടില്ല. അതുപോലെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഇത്ര കാലം വൈകി എന്നത് മറ്റൊരു ദുരൂഹതയാണ്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഇത്ര കാലവും ഇരകൾക്ക് നൽകാതെ അവരെ, കുറ്റവാളികളെ സംരക്ഷിച്ചുകൊണ്ട് ഗുണ്ടാ പോലീസായിട്ടുള്ള ഒരു പ്രതാപചന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലും കോടതി ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് ഒരു പരിഹാരം തൽക്കാലത്തേക്കാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, ലോക്കപ്പ് മർദ്ദനം ഒരു പ്രാചീന ഹിംസയാണ്. ലോക്കപ്പ് മർദ്ദനം ഒരു പഴഞ്ചൻ പ്രാകൃത സമ്പ്രദായമാണ്. അതിപ്പോഴും ഈ ആധുനിക കാലത്തും ഈ പരിഷ്കൃത ലോകത്തും തുടരുന്നു എന്ന് പറയുന്നത് കേരളത്തെപ്പോലെ പ്രബുദ്ധരായ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. 2024 ജൂണിൽ നടന്ന ഒരു സംഭവത്തിലാണ് 2025 ഡിസംബറിൽ ഒരു സസ്പെൻഷൻ നടക്കുന്നത്. ഇത്ര കാലവും അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ആഭ്യന്തര വകുപ്പ് തയ്യാറായത് എന്നുള്ളത് സസ്പെൻഷൻ ഓർഡറിനെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വസ്തുതയാണ്. എപ്രകാരമുള്ള ഒരു ഗർഭിണിയാണ് ഈ പോലീസുകാരൻ ആഞ്ഞടിച്ചത് എന്നതുകൂടി ആ ദൃശ്യം കാണുന്ന അവിടെയുള്ള വനിതാ പോലീസുകാർ അതിൽ കൂട്ടുനിൽക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. 2 ഇരട്ടപ്പറ്റ 2 കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടായിരുന്നു ഭർത്താവ് അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജാമ്യത്തിലിറക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു ഭാര്യയ്ക്ക് ഇതാണ് അനുഭവമെങ്കിൽ, ഒരു മാതാവിന് ഇതാണ് അനുഭവമെങ്കിൽ, എന്താണ് നമ്മുടെ നാട് എവിടെയാണ് എത്തിയിരിക്കുന്നത്? മുമ്പേ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ ജനങ്ങൾ മാത്രമല്ല അഭിമുഖീകരിക്കുന്നത്, നാട് ഭരിക്കുന്ന CPM എന്ന പാർട്ടിയും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുകൂടി ഇതിൽ നിന്നും മനസ്സിലാവുകയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ പാർട്ടിക്ക് നന്നായിട്ട് അടിപടലം, പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് കൂടി കണക്കിലെടുക്കണം. ജനങ്ങളുടെ പൗരാവകാശങ്ങളോട്, മനുഷ്യാവകാശങ്ങളോട് മാനുഷികമായ പരിഗണന കൊടുക്കാതിരിക്കുക, കരിമ്പും അതിന് ബഹുമാനം ഇല്ലാത്തവരായി പോലീസുകാർ മാറുക. ആ പോലീസുകാരൻ്റെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പ്രതാപ് ചന്ദ്രൻ എന്ന പോലീസുകാരൻ്റെ മുഖഭാവം അതിക്രൂരമാണ്. ഞാനൊരു ഗുണ്ടയാണ് എന്ന് മഫ്തിയിലാണ് ആ പോലീസുകാരൻ ഈ മർദ്ദനം നടത്തുന്നത്. മുമ്പ് കുന്നംകുളത്ത് നടന്ന ഒരു കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതുപോലെ തന്നെ വളരെ ദീർഘകാല നിയമ പോരാട്ടത്തിലൂടെയാണ് നേടിയെടുക്കാൻ ആ ഇരകൾക്ക് സാധിച്ചിരുന്നത്. അങ്ങനെ എന്തിനും ഏതിനും ദീർഘകാലം നിയമ പോരാട്ടം നടത്തേണ്ടി വരിക എന്ന ഒരു ഗതികേട് കൂടി ജനങ്ങളിവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമോ, കേട്ടാൽ അറയ്ക്കുന്ന
തെറികളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ വനിതാ പോലീസുകാരും പിന്നിലല്ല എന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉരുട്ടിക്കൊല്ലുന്ന പോലീസുകാരുടെയും ഇടിയൻ പോലീസുകാരുടെയുമൊക്കെ കൈക്കരുത്തിന് സ്ത്രീകളും ഗർഭിണികളും കുഞ്ഞുങ്ങളുമൊക്കെ ഇരയാവുന്നു എന്നത് എന്തുമാത്രം പരിതാപകരമല്ല. ഈ അടുത്ത് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെതിരായ സമരം നടക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഇതുപോലെ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി. ഇതിനർത്ഥം പോലീസ് എന്ന് പറയുന്നത് ജനസംരക്ഷകരല്ല, ജനദ്രോഹികളായ ഒരു മാഫിയ സംഘം ആണ് എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് പോലീസിനെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നത് അങ്ങേയറ്റം പരിതാപകരമാണ്. ഗുണ്ടാ പോലീസുകാർക്കും ജന്മിമാർക്കും അനുകൂലമായിട്ട് അവരിൽ നിന്നും കിമ്പളം പറ്റിയിട്ടും അവരുടെയൊക്കെ സേവകരായി നിൽക്കുകയും ചെയ്യുന്ന പോലീസുകാരിൽ നിന്ന് അങ്ങേയറ്റത്തെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും അനാവശ്യമായ പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ ഭരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നത് അതിനേക്കാൾ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.